ഗാസയിലെ ജനങ്ങളെ സൊമാലിലാൻഡിലേക്ക് മാറ്റാൻ ഇസ്രയേൽ നീക്കമെന്ന് സൊമാലിയ. ഇസ്രയേൽ നീക്കത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചതായി സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹ്മദ് മൊഅലി ഫീക്കി വെളിപ്പെടുത്തിയതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ നിന്ന് ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇസ്രയേൽ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇതിനായി മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളുമായി ഇസ്രയേൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ആഫ്രിക്കയിലെ സൊമാലിലാൻഡുമായി ഇസ്രയേൽ നയതന്ത്ര കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. സ്വയം പ്രഖ്യാപിത രാജ്യമായ സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്ന ലോകത്തെ ഏക രാജ്യവും ഇപ്പോൾ ഇസ്രയേലാണ്. യമനുമായി ചേർന്ന് കിടക്കുന്ന സൊമാലിലാൻഡിനോട് അടുക്കുന്നതിലൂടെ ഇസ്രയേൽ പല നേട്ടങ്ങളും സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. 1991 സൊമാലിയയിൽ നിന്ന് സ്വതന്ത്രം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിന് ഇതുവരെ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല. സൊമാലിലാൻഡിനെ അംഗീകരിച്ച ഇസ്രയേൽ നിലപാട് സൊമാലിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് അഹ്മദ് മൊഅലി ഫീക്കി പറഞ്ഞു. സൊമാലിയലാൻഡിന് നൽകിയ നയതന്ത്ര അംഗീകാരം റദ്ദാക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പലസ്തീനികളെ സൊമാലിലാൻഡിലേക്ക് കുടിയിറക്കുന്നത് തങ്ങളുടെ കരാറിന്റെ ഭാഗമല്ലെന്നായിരുന്നു ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ ഇസ്രയേൽ വാർത്താ മാധ്യമമായ ചാനൽ 14നോട് പ്രതികരിച്ചത്. എന്നാൽ ഇസ്രയേൽ സൊമാലി ലാൻഡ് കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇരു കക്ഷികളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം പലസ്തീനികളെ പുനരധിവസിപ്പിക്കുക, ഏഥൻ കടൽ തീരത്ത് സൈനിക താവളം നിർമ്മിക്കുക, അബ്രഹാം അക്കോർഡിൽ ചേരുക എന്നീ 3 ഉടമ്പടികളിൽ ഇസ്രയേലും സൊമാലിലാൻഡും ഒപ്പുവെച്ചതായി സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് മുൻപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 14 പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിരുന്നു. ജൂത സൈന്യത്തിന്റെ ക്രൂര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. സമാധാന പദ്ധതി അട്ടിമറിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കെ വെടിനിർത്തൽ കരാർ അപകടത്തിലെന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 3 മാസം തികയുമ്പോൾ ഗാസയിൽ ക്രൂരത തുടരുകയാണ് ഇസ്രയേൽ സൈന്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 14 പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. അഭയാർത്ഥി ടെന്റുകൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രയേലിന്റെ ബോംബാക്രമണം. അൽമവാസി, സെയ്ത്തൂൻ, ബുറൈജ്, നുസറേത്ത് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമണം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും പ്രതികരിച്ചു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ പറഞ്ഞു. നിരന്തര വെടിനിർത്തൽ ലംഘനം ഇസ്രയേൽ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഒക്ടോബർ 10 യുഎസിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ഇരു വിഭാഗവും അംഗീകരിച്ചിരുന്നു എങ്കിലും തുടക്കം മുതലേ ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ ഏകദേശം 425 പേർ കൊല്ലപ്പെടുകയും 1206 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. ആക്രമണത്തിന് പുറമെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഇസ്രയേൽ തടയുകയാണ്. അവസാന ബന്ദിയുടെ മൃതദേഹം ലഭിക്കാതെ 2ാം ഘട്ട വെടിനിർത്തൽ നടപടികൾക്ക് തയ്യാറല്ലെന്ന് സൈന്യം അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.